ഹലോ എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ സൈറ്റിൽ നമ്മളെങ്ങനെ പുതിയ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ആ ലോഗിനിൽ കയറി നമുക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ പ്രോസസ്സ് ചെയ്യണത് നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇവിടെ കാണുന്ന യൂസർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. യൂസർ ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ID-യും പാസ്വേഡും അടിച്ചു കൊടുക്കുക. ID-യും പാസ്വേഡും അടിച്ച ശേഷം താഴത്ത് കാണുന്ന ക്യാപ്ച കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പേജിലേക്ക് ലോഗിൻഡായി. ഇവിടെ നമുക്ക് കാണാം സ്റ്റെപ്സ് ഫോർ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു 8 പോയിൻ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പുതിയ ടോക്കൺ എടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ നിങ്ങൾ ഈ സെക്ഷനിൽ നോക്കുമ്പോൾ ന്യൂ ടോക്കണും ഉണ്ട്, മൈ ടോക്കൺസും ഉണ്ട്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ന്യൂ ടോക്കൺ എന്ന് പറഞ്ഞാൽ പുതിയ ടോക്കൺ എടുക്കാനും, മൈ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ടോക്കൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടാണ്. അതായത് നമ്മൾ ന്യൂ ടോക്കൺ എടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആ ടോക്കൺ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റത്തെ സബ്മിഷന് മുമ്പ് വരെ നമുക്ക് എന്ത് കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ന്യൂ ടോക്കൺ എടുക്കാം. ന്യൂ ടോക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പേജാണ്. അവിടെ കാണാം ട്രാൻസാക്ഷൻ ടൈപ്പ് സെലക്ഷൻ ഫോർ ന്യൂ ടോക്കൺ. ട്രാൻസാക്ഷൻ ടൈപ്പ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പുതിയ ടോക്കണാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം ഇവിടെ കാണിക്കുന്നത് രജിസ്റ്ററിങ് ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും ഇവിടെ കാണിക്കും. ഇപ്പോൾ നമുക്ക് എറണാകുളമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ എറണാകുളം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രജിസ്റ്ററിങ് SRO എറണാകുളത്തുള്ള എല്ലാ രജിസ്റ്റർ ഓഫീസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാം. മനസ്സിലായി? ആൽഫബറ്റിക് ഓർഡറിൽ ആ ലിസ്റ്റ് കാണാം. നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ ഓഫീസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സെക്കൻഡ് ഏത് സബ് രജിസ്ട്രിയിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എടപ്പള്ളി കൊടുക്കുക. എന്നിട്ട് ഇവിടെ താലൂക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 താലൂക്കാണ് കൊടുക്കുന്നത്. ഏതാണ് നമ്മുടെ താലൂക്കിങ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു, രജിസ്ട്രേഷൻ ഓഫീസ് സെലക്ട് ചെയ്തു, അതിൻ്റെ താലൂക്ക് കൊടുത്തു. ഇപ്പോൾ എറണാകുളമാണ് ഞാൻ കൊടുത്തത്. നമുക്ക് നോക്കാം വേറെ കൊടുക്കാം. തിരുവനന്തപുരം കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സബ് രജിസ്റ്റർ ഓഫീസിൻ്റെയും പേരുകൾ ഇവിടെ കാണിക്കും. മനസ്സിലായി? ഇപ്പോൾ വർക്കല കൊടുക്കുകയാണെങ്കിൽ വർക്കല ക്ലിക്ക് ചെയ്യുക. വർക്കല കൊടുക്കുക. ഇവിടെ അതിൻ്റെ കീഴിലുള്ള താലൂക്കുകൾ ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മുടെ താലൂക്ക് ഏതാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആദ്യം കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യണത് അതിൻ്റെ ട്രാൻസാക്ഷൻ ടൈപ്പ് കൊടുക്കുക. നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 3 ടൈപ്പ് ബുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പാണുള്ളത്. ഒന്ന് ബുക്ക് 1, ബുക്ക് 1ൽ രജിസ്റ്റർ ചെയ്യണതുണ്ട്, ബുക്ക് 3ൽ രജിസ്റ്റർ ചെയ്യണതുണ്ട്, ബുക്ക് 4ൽ രജിസ്റ്റർ ചെയ്യണതുണ്ട്. ഇത് 3 എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബുക്ക് 1ലുള്ളത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ സെയിൽ ഡീഡ് നടത്തുക. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബുക്ക് 1ൽ വരുന്ന ഡീഡുകൾ എന്തൊക്കെ ആധാരങ്ങൾ ചെയ്യാൻ വരും അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിലായേ? അപ്പോൾ നോക്കിയാൽ സെയിൽ ഡീഡ് കാണിക്കുന്നുണ്ട്, പാർട്ടീഷൻ ഡീഡ് കാണിക്കുന്നുണ്ട്, ലീസ് ഡീഡ് കാണിക്കുന്നുണ്ട്, ഗിഫ്റ്റ്, എക്സ്ചേഞ്ച്, സെറ്റിൽമെൻറ്റ്, ഇതൊക്കെ നമുക്ക് ബുക്ക് 1ൽ ചെയ്യാവുന്നതാണ്. അതല്ലാതെ വേറെ ഉണ്ട്, മോഡ്ഗേജ് ഉണ്ട്, എക്സ്ചേഞ്ച് ഡീഡ്, ക്യാൻസലേഷൻ, എഗ്രിമെൻറ്റ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ എഗ്രിമെൻറ്റ് ചെയ്യാം. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാം. അതാണ് ബുക്ക് 1. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിൽ ബുക്ക് 1ൽ സെയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ സെയിൽ എന്ന കാറ്റഗറിയിൽ തന്നെ കുറേ വേറെ സെയിൽ ഡീഡ്, ഏതൊക്കെ ടൈപ്പ് സെയിൽ ഡീഡ് നടത്താമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ സെയിൽ കൺവെയൻസ്, സാധാ സെയിൽ ഡീഡ്, അതിന് നമ്മൾ സെയിൽ കൺവെയൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്.
അതുപോലെ ഒരു ഫ്ലാറ്റിൻ്റെ സെയിൽ ഡീഡാണ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിൽ ഡീഡ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഓരോ കോഡുണ്ട്, കോഡ് നമ്പർ ഉണ്ട്. അവിടെ ഫ്ലാറ്റിൻ്റെ സെയിൽ ഡീഡാണെങ്കിൽ 718 എന്ന് പറഞ്ഞൊരു കോഡാണ്. അത് സാധാ സെയിൽ ഡീഡ് നടത്തുകയാണെങ്കിൽ ഫ്ലാറ്റില്ലാതെ ഒരു സാധാ സ്ഥലത്തിൻ്റെയോ അല്ല സ്ഥലവും വീടും കൂടിയുള്ളതോ ആണെന്നുണ്ടെങ്കിൽ ഈ സെയിൽ ഡീഡ്, അതായത് 0702 ആ കോഡ് കൊടുക്കുക. അങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സെയിൽ ഡീഡുകൾ നടത്താനായിട്ടുള്ള കോഡുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെയിൽ ഡീഡിൻ്റെ സെക്ഷനിൽ വരുന്നത്. ഇനി നോക്കിയിരിക്കുമോ, വേറെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കണത്, ഗിഫ്റ്റ് ഡീഡ് ഓൺലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പലതരം ഗിഫ്റ്റുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റണതുണ്ട്. ഗിഫ്റ്റ് ഫോർ റിലീജിയസ് പർപ്പസ്, ഗിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് ഈ കോഡ് സെലക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ലീസ് ഡീഡ് രജിസ്റ്റർ ചെയ്യണം. ലീസ് ഡീഡ് രജിസ്റ്റർ ആ ലീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സബ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ടൈപ്പ് ഇവിടെ കാണാം. നോട്ട് ലെസ് ദാൻ 1 year ബട്ട് നോട്ട് മോർ ദാൻ 5 years. 1 yearനും 5 yearനും ഇടയ്ക്കുള്ള ഒരു ലീസ് ഡീഡാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 5 yearsനും 10 yearsനും ഇടയ്ക്കുള്ളതാണെങ്കിൽ ഇത് വേറൊരു കോഡാണ്, ഇത് സെലക്ട് ചെയ്യുക. 10 yearsനും 20 yearsനും ഇടയ്ക്കാണെങ്കിൽ അങ്ങനെ ലീസിൽ തന്നെ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലീസ് സറണ്ടർ ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കുക. ബിഫോർ എക്സ്പയറി ഓഫ് ലീസ് ഡീഡ് പീരീഡ് കഴിയണേക്കാൾ മുമ്പ് നമുക്ക് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് സെലക്ട് ചെയ്യുക. അതുപോലെ ആഫ്റ്റർ എക്സ്പയറി ഓഫ് ലീസ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ലീസ് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് സെലക്ട് ചെയ്യുക. ആഫ്റ്റർ എക്സ്പയറി ഓഫ് ലീസ് ഡീഡ്. അപ്പോൾ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബുക്ക് 1 ഇവിടെ കാണും. നമ്മൾ ഓൾറെഡി ഡിസ്ട്രിക്റ്റും രജിസ്റ്റർ ഓഫീസും താലൂക്കും ബുക്ക് 1ഉം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഏതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ട്രാൻസാക്ഷൻ ടൈപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബുക്ക് 1 ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം നമ്മൾ ബുക്ക് 1ലെ കാര്യമാണ് ചെയ്യണത്. ഇനി ബുക്ക് 3യിൽ എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബുക്ക് 3യിൽ വരുന്നത് വില്ലാണ് വരുന്നത്. അപ്പോൾ വില്ല് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ബുക്ക് 3 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബുക്ക് 3 എടുക്കുക, അവിടെ വില്ല് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ബില്ല് റിവോക്ക് ചെയ്യണത് നമ്മൾ വില്ല് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് 3 എന്ന് കാണിക്കും. അടുത്തത് ബുക്ക് 4 ആണ്. ബുക്ക് 4ൽ മൂവബിൾ പ്രോപ്പർട്ടി ബുക്ക് 4ൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ബുക്ക് 4ൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പവർ ഓഫ് അറ്റോർണിയാണ്, ട്രസ്റ്റ്. അതാണ് ബുക്ക് 4ൽ. അപ്പോൾ ബുക്ക് 4ലും ഇതുപോലെ നമ്മളിത് പവർ ഓഫ് അറ്റോർണി ഞാൻ സെലക്ട് ചെയ്യാണ്. ബുക്ക് 4ൽ പവർ ഓഫ് അറ്റോർണി സെലക്ട് ചെയ്യുമ്പോൾ പവർ ഓഫ് അറ്റോർണിയുടെ കാറ്റഗറിയിലും പല സബ് ട്രാൻസാക്ഷൻ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻ എനി അതർ കേസ് ഫാമിലി, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് 4 എന്ന് കാണിക്കും. ഇതാണ് 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ടൈപ്പ്. ബുക്ക് 1 ഉണ്ട്, ബുക്ക് 3 ഉണ്ട്, ബുക്ക് 4 ഉണ്ട്. അപ്പോൾ നമുക്ക് സെയിൽ ഡീഡ് ഒക്കെ നടത്തുകയാണെങ്കിൽ പ്രോപ്പർട്ടി സെയിൽ ഡീഡുകളൊക്കെ നടത്തുന്നത് ബുക്ക് 1ലാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ടോക്കൺ എടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ ഓഫീസ് നമ്മൾ സെലക്ട് ചെയ്യലാണ് ആദ്യത്തെ ഇത്. രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.